ഹലോ ഗൈസ്, വെൽക്കം ടു റീലൊക്കേറ്റഡ് മല്ലു വ്ളോഗ്സ്. ഞാനിന്ന് ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടാണ് എൻ്റെ വ്ളോഗ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. വൈ? ബിക്കോസ് ഞാൻ നാട്ടിൽ പോകാൻ പോകുന്നു. യെസ്, ഏട്ടൻ്റെ കല്യാണമായിട്ട് ഞാൻ നാട്ടിലേക്ക് പോകാൻ പോകുന്നതാണ്. അപ്പോൾ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് എൻ്റെ കുറച്ച് ഷോപ്പിംഗ് കാണിക്കാമെന്നാണ് വിചാരിക്കുന്നത്. എൻ്റെ ബെഡൊക്കെ ഭയങ്കര മെസ്സി ആയിട്ടാണ് കിടക്കുന്നത്. ഞാനിത് ഇങ്ങോട്ട് നോക്കിയിട്ട് സംസാരിക്കുന്നത്. എൻ്റെ റൂം ഭയങ്കര വൃത്തികേടായിട്ടിരിക്കുന്നതാണ്, അതുകൊണ്ടാണ് ഞാനങ്ങനെ കാണിച്ചു തരാത്തത്. പിന്നെ എൻ്റെ ഒരു ട്രോളിയും പിന്നെ ഞാൻ എൻ്റെ ഒരു ടോട്ട് ബാഗാണ് എടുക്കുന്നത്. ഈ ടോട്ട് ബാഗ് എനിക്ക് എൻ്റെ ഏട്ടൻ തായ്ലാൻഡ് പോയപ്പോൾ കൊണ്ടുതന്നതാണ്. ഞാനിത് ഇതേവരെ യൂസ് ചെയ്തിട്ടില്ല. അപ്പോൾ കുറച്ച് ഷോ ആക്കാമെന്ന് വിചാരിച്ചിട്ട് ഇതാണ് എടുക്കാൻ പോകുന്നത്. ആക്ച്വലി ഇനി എൻ്റെ ലഗേജൊക്കെ എന്തൊക്കെ ഉണ്ടെന്ന് എനിക്ക് തന്നെ തന്നെ ഒരു ലെവലില്ല, നോക്കിയിട്ട് വേണം. ഓൾമോസ്റ്റ് ഒരു 1 hour ആയിട്ട് ഞാൻ ഫോൺ വയ്ക്കുന്ന സ്റ്റാൻഡ് തപ്പിക്കൊണ്ടിരിക്കുകയാണ്. അതെനിക്ക് കിട്ടാനില്ല. ഇനി ഞാൻ വീഡിയോ എടുത്ത് കഴിയുമ്പോൾ ആ സ്റ്റാൻഡ് കിട്ടും എന്നെനിക്ക് ഉറപ്പാണ്. ഒരുവിധമുള്ള ഡ്രസ്സൊക്കെ അടുക്കി പെറുക്കി വെക്കുക എന്നുള്ളതാണ് ഇനി മെയിൻ ആയിട്ടുള്ള ടാസ്ക്. ഈ ഒരു ട്രോളിയിൽ എനിക്ക് എൻ്റെ ഡ്രസ്സുകളെല്ലാം കൊള്ളിക്കണം. എൻ്റെ സൗണ്ടൊക്കെ ഫുള്ള് മാറിയിട്ടാണത്. ഞാൻ ഒരാഴ്ചയായിട്ട് പനി പിടിച്ചിട്ടിരിക്കുകയായിരുന്നു. പിന്നെ നാട്ടിൽ പോകാനുള്ള ഒരു എക്സൈറ്റ്മെൻറ്റ് കൊണ്ട് വർക്ക് ചെയ്യാനാണെങ്കിലും ഒക്കെ ഞാൻ ഓക്കെ ആയിരുന്നു. ഒരാഴ്ചയായിട്ട് ഞാൻ ഭയങ്കര ടയർഡായിരുന്നു, പനി എല്ലാം ആയിട്ട്. അപ്പോൾ ആകെ ഇവിടെ ക്ലൈമറ്റൊക്കെ സ്വിച്ച് ആയിട്ടുള്ള എന്ത് വന്നാലും നാട്ടിൽ പോകുന്ന എന്നുള്ള എക്സൈറ്റ്മെൻറ്റ് കൊണ്ട് എനിക്ക് ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല. ഇത് ഞാൻ അമ്മയ്ക്ക് മേടിച്ച ബാഗാണ്. ഭയങ്കര ഒരു ക്യൂട്ടായിട്ടൊരു ക്ലച്ചാണ്. ഭയങ്കര ഇതൊരു മേ ബി എനിക്ക് തോന്നുന്നു കോയിൻ പൗച്ചാന്ന് തോന്നുന്നു. ഇത് അത്യാവശ്യം വെയിറ്റും ഉണ്ട്, നല്ല ക്ലാസ് എല്ലാം. എനിക്ക് കമൻറ്റ് ബിലോ ഇത് എങ്ങനെയുണ്ടെന്ന് പറ ഗൈസ്. എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് ഞാൻ മേടിച്ചതാണ്. ഇതെൻ്റെ ഗ്ലാസ് ബാംഗിൾസാണ്. പിന്നെ ഇത് എനിക്കും അമ്മയ്ക്കും ഒരേപോലത്തെ ബാംഗിൾസ് മേടിച്ചതാണ്. ആൻഡ് ഷീ ഹാവ് 2 more pair of bangles. ഞാൻ മേടിച്ചത് പിന്നെ ഒരിക്കലും ഗ്ലാസ്. ഇത് ആക്ച്വലി ഭയങ്കര ഒരു യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു പൗച്ചാണ്. നമുക്ക് ഒരുപാട് സാധനങ്ങൾ ക്യാരി ചെയ്യാൻ പറ്റും ട്രാവലിംഗ് ഒക്കെ ചെയ്യുമ്പോൾ. അപ്പോൾ എൻ്റെ ഏകദേശം ഡ്രസ്സുകളൊക്കെ ഒന്ന് സെറ്റാക്കിയിട്ട് ഞാൻ വെച്ചിട്ടുണ്ട്. ഇനിയുണ്ട് കുറച്ച് ആക്സസറി. പിന്നെ ഞാൻ എൻ്റെ ഹാൻഡ് ബാഗ്, എൻ്റെ ടോട്ട് ബാഗ് പാക്ക് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ്. ജസ്റ്റ് ട്രെയിനിൽ കുറച്ച് എസെൻഷ്യൽ ആയിട്ടുള്ള സാധനങ്ങൾ അത്രയൊക്കെ ഉള്ളൂ എന്ന് വിചാരിച്ചിട്ടാണ്. ഒരു പൂക്കി വൈബ് വരാൻ വേണ്ടിയിട്ട് ഞാൻ എൻ്റെ ഒരു ഫ്ലവർ ക്ലച്ച് ക്ലിപ്പ് ബുക്കിറ്റ് ഈ ബാഗാണ്. ഒരുപാട് സാധനങ്ങൾ ബുക്കിടെല്ലാം ബാഗാണ്. അപ്പോൾ ഗൈസ്, ഓൾമോസ്റ്റ് എൻ്റെ പാക്കിംഗ് ഒക്കെ ഒരു ലെവലിലേക്ക് കഴിഞ്ഞിട്ടാണുള്ളത്. ഇനി ഞാൻ ഭയങ്കര എക്സൈറ്റഡാണ്. നാട്ടിൽ പോകാനുള്ള എക്സൈറ്റ്മെൻറ്റ് ഉണ്ടാവും. ഞാൻ ലാസ്റ്റ് മെയിലാണ് നാട്ടിൽ പോയത്. എൻ്റെ ജലദോഷവും പനിയൊന്നും എന്നെ ഏൽക്കുന്നില്ല. നാട്ടിൽ പോകാനോ എന്നുള്ള സന്തോഷം. ഓക്കെ ഗൈസ്, അപ്പോൾ ഇനി നാട്ടിൽ പോയിട്ടുള്ള വീഡിയോ വരും. ട്രെയിനിലൊക്കെ വീഡിയോസൊക്കെ എടുക്കണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. പറ്റണേ എന്ന് ഞാൻ വിചാരിക്കുന്നു. സോ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ഡോണ്ട്